ഭൂരിപക്ഷം അഭിഭാഷകരും ഒപ്പം നിന്നില്ലെന്ന പരാതിയുമായി വഞ്ചിയൂർ കോടതിയിൽ സീനിയർ അഭിഭാഷകന്റെ മർദ്ദനത്തിനിരയായ അഭിഭാഷക ശ്യാമിലി ബാർ അസോസിയേഷനിലെ ഭൂരിപക്ഷവും കാര്യമെന്തെന്നറിയാതെ തനിക്കെതിരെ കഥകൾ പ്രചരിപ്പിക്കുകയാണ്. തന്റെ കാലുകൊണ്ട് മുഖത്തടിച്ചതുപോലെയാണ് പലരുടെയും അഭിപ്രായം. സഹപ്രവർത്തകർ കൂടെ നിൽക്കില്ലെന്ന് പൂർണ്ണ ബോധ്യമായതായും കൂടുതൽ കാര്യങ്ങൾ മാധ്യമങ്ങളെ അറിയിക്കുമെന്നും ശ്യാമിലി പറഞ്ഞു. അഭിഭാഷകരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് ശ്യാമിലിയുടെ പ്രതികരണം. ശബ്ദരേഖ ന്യൂസ് 18 ലഭിച്ചു. ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ എനിക്കെതിരെ ശരിക്കും വിക്ടിം ബ്ലെയിമിംഗ് മാത്രമാണ്. ഇന്ന് മീഡിയാസ് എന്നോട് കുത്തി പല ഭാഗത്തുനിന്നും ചോദിച്ചിട്ടും എനിക്ക് അതുവരെയും എനിക്ക് അങ്ങനെ ഒരു ചിന്തയെ തോന്നിയിട്ടില്ല. എന്റെ നെഗറ്റീവ് വരും. ഞാൻ അപ്പോഴും പറയുന്ന അതാ, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കും, എന്റെ സുഹൃത്തുക്കൾ എന്റെ കൂടെ നിൽക്കും. പക്ഷെ അങ്ങനെയല്ല എന്ന് ഇന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമായി. ഈ ബാർ അസോസിയേഷനിലുള്ള ചുരുക്കം എല്ലാവരെയും ഞാൻ കണ്ണടച്ച് ആക്ഷേപിക്കുന്നില്ല. അത് ഞാൻ അവരോട് ചെയ്യുന്ന പാവമായിരിക്കും. എനിക്ക് വേണ്ടി സംസാരിക്കുന്ന ഒത്തിരി നല്ല സുഹൃത്തുക്കളുണ്ട്. അവര് നിൽക്കെ തന്നെ ഞാൻ പറയട്ടെ, നിങ്ങളോട് എനിക്ക് ഒത്തിരി നന്ദിയുണ്ട്. പക്ഷെ അതിലുപരി ഈ കാര്യം എന്താ എന്ന് പോലും അറിയാതെ ഒരു കാര്യവും കേട്ട് എന്തൊക്കെയോ കഥകൾ പല സൈഡിൽ നിന്നും ഒരിടത്ത് ഞാൻ തുണി പിടിച്ച് വലിച്ചു. ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന സ്റ്റോറി. എന്തൊക്കെ സ്റ്റോറി പറയുന്നു, എന്തോ ആയിക്കോട്ടെ, അതും ഞാൻ പറയുക. ഡിഫൻസ് എന്ത് വേണോ എടുക്കും. അതിലൊന്നും എനിക്ക് യാതൊരു പരാതിയില്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞതാണ്. എന്നിട്ടും ഇത്രയും വിക്ടിം ബ്ലെയിമിങ് ചെയ്യാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്റെ എവിഡൻസ് എന്റെ മുഖത്തുണ്ട്. അത് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. എന്റെ സഹപ്രവർത്തകർ എന്റെ കൂടെ നിൽക്കില്ല എന്നുള്ള കാര്യം എനിക്ക് പൂർണ്ണ ബോധ്യമായി. അത് നാളെ ഞാൻ ഇത് മീഡിയയെ അറിയിക്കും. ഇതിൽ യാതൊരു തർക്കവും വേണ്ട. ഇതുവരെ ഞാൻ എന്റെ ബാർ അസോസിയേഷനെതിരായിട്ടോ നമ്മുടെ സെക്രട്ടറിക്കെതിരായിട്ടോ മനഃപൂർവ്വമായിട്ട് അറിഞ്ഞുകൊണ്ട് യാതൊരു സത്യസന്ധമല്ലാത്ത യാതൊരു കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പോൾ എനിക്കെതിരെ നടക്കുന്നത്, ഇത് എന്റെ കേസിനെ ഏത് വിധത്തിൽ ബാധിച്ചു എന്ന് പറഞ്ഞാലും, പ്രതിയെ വെറുതെ വിട്ടു എന്ന് പറഞ്ഞാലും എനിക്ക് വെറുതെ വിട്ടോട്ടെ. ഞാൻ സാറ്റിസ്ഫൈഡ് ആകുന്ന നീതി എനിക്ക് ഇപ്പോഴേ കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ഈ കേസിൽ എന്ത് തന്നെ വന്നാലും അതെന്റെ രോമത്തിൽ പോലും തൊടില്ല. അത് ഒന്നാമത്തെ കാര്യം. പക്ഷെ ഇവിടെ ഓരോരുത്തരും പറയുന്ന ഓരോരോ വാക്കുകൾ നാളെ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കോ നിങ്ങളുടെ മക്കൾക്കോ നിങ്ങളുടെ സഹോദരികൾക്കോ ഈ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ. ഈ ഒരു അവസ്ഥ വന്നാൽ മാത്രമേ എന്റെ സ്ഥാനത്ത് ഈ ഒരു അവസ്ഥയിൽ നിങ്ങളുടെ ആരെങ്കിലും നിന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് മനസ്സിലാകൂ. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമായിരുന്നു, അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നതിൽ എനിക്ക് യാതൊരുവിധ തർക്കവും ഇല്ല എന്ന്. പക്ഷേ ഇതിപ്പോ ഞാൻ എന്റെ കാലുകൊണ്ട് ഞാൻ എന്റെ മുഖത്ത് അടിച്ചതുപോലെയാണ് ഇവിടെ ഓരോരുത്തരുടെ അഭിപ്രായം. ഞാൻ വീണ്ടും പറയാണ്, എന്റെ കൂടെ നിൽക്കുന്നവരെ ഞാൻ മറന്നിട്ടല്ല. പക്ഷേ ഈ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ ഒന്നും തന്നെ മീഡിയ അറിയിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ അറിയിച്ചിട്ടില്ലാത്ത മനഃപൂർവ്വമല്ല, ഇത് ഇന്ന് മുതൽ തുടങ്ങിയ കാര്യമാണ്. ഇപ്പോഴാണ് ഞാൻ ഇത്രയും ഇത് നോട്ടീസ് ചെയ്യുന്നത്. ഞാനിത് ഉറപ്പായിട്ടും ഞാനിത് അറിയിക്കും. പബ്ലിക് അറിയട്ടെ എന്താണ് സ്വന്തം. ഇപ്പോ സഹപ്രവർത്തകർ കൂടെ നിൽക്കുന്നില്ല, കേരള ജനതയാണ് എന്റെ കൂടെ നിൽക്കുന്നത്. അവരറിയട്ടെ എന്താ ഇതിനകത്ത് നടക്കുന്നത് എന്നുള്ള കാര്യം അവരറിയട്ടെ. അതിന് മീഡിയയാണ് എന്നെ സഹായിക്കുന്നതെങ്കിൽ ഞാൻ ആ മീഡിയയുടെ ഒപ്പം തന്നെയാണ്. അതിലിനിയിപ്പോ ഏത് കൊടുകുത്തി വാഴുന്ന സീനിയർ എനിക്കെതിരെ തിരിഞ്ഞാലും എനിക്ക് എന്റെ രോമത്തിൽ തൊടില്ല എന്നുള്ളതാണ്. എനിക്കെതിരെ കേസ് എടുക്കുകയോ ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എനിക്കെതിരെ ഇനി കൗണ്ടർ കേസ് കൊടുക്കുകയോ എനിക്കെതിരെ കേസെടുത്ത് എന്നെ ജയിലിൽ അടച്ചാൽ പോലും ഈ പറഞ്ഞതിൽ ഒരു മാറ്റം ഉണ്ടാകില്ല. അതേസമയം അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ റിമാൻഡിലായ ബേലിൻ ദാസിന്റെ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി പറയും. കേസ് JFMC കോടതി 12ാം കോടതി പരിഗണിക്കും. ഇന്നലെ കേസ് പരിഗണിച്ച കോടതി അവധി ആയതിനാലാണ് ഇന്ന് പുതിയ കോടതിയിൽ കേസ് എത്തുന്നത്. ബേലിനെ ഈ മാസം 30 വരെ റിമാൻഡ് ചെയ്തിരുന്നു. ഇന്നലെ ചൊവ്വാഴ്ചയാണ് സഹപ്രവർത്തകയായ അഭിഭാഷകയെ ബേലിൻ ദാസ് ക്രൂരമായി മർദ്ദിച്ചത്. വി അരുൺ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ് നമുക്കൊപ്പം. അരുൺ, തനിക്ക് നേരിട്ട കൊടിയ പീഡനം, മർദ്ദനം, അത് പരാതിപ്പെട്ടതിന് പുറം ലോകത്തെ അറിയിച്ചതിന് ഒരു പെൺകുട്ടി നേരിടുന്ന ദുരവസ്ഥയാണ് നമ്മളിപ്പോൾ കേട്ടത്. കൂടെ നിൽക്കാൻ ഒരു മനുഷ്യരുമില്ല. ഒന്ന് ആലോചിക്കണം, സഹായത്തിന് ഒപ്പം നിൽക്കേണ്ടവർ തന്നെ. നമുക്കെല്ലാവർക്കും ഒരു പ്രശ്നം വരുമ്പോൾ നിയമപരമായി നമുക്കൊക്കെ സഹായമായി കൂടെ നിൽക്കേണ്ട അഭിഭാഷകർ തന്നെയാണ് തങ്ങളുടെ കൂട്ടത്തിൽ ഒരു പെൺകുട്ടിക്ക് ഇത്തരത്തിൽ ക്രൂരമായ പീഡനം നേരിടേണ്ടി വന്ന സാഹചര്യത്തിൽ ഒറ്റപ്പെടുത്തി കളയുന്നത്. എന്തുകൊണ്ടാണ് ഈ ക്രൂരകൃത്യം ചെയ്ത ബേലിൻ ദാസിന് ഇത്രത്തോളം പിന്തുണ ഇവരെല്ലാം നൽകുന്നത്? ആര്യ, ഇരയ്ക്കൊപ്പമാണോ വേട്ടക്കാരനൊപ്പമാണോ
തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിൽ അഭിഭാഷകർ ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് ഇവിടെ ഇപ്പോൾ ഷാമിലി, ഈ ഇരയായ ഷാമിലി തന്നെ പറയുന്നത്. ഭൂരിപക്ഷം അഭിഭാഷകർ തനിക്കൊപ്പമില്ല, പക്ഷേ അവരെ സഹായിച്ചവരുണ്ട്, അവർക്കൊപ്പം നിന്നവരുണ്ട്. അത് വിസ്മരിച്ചുകൊണ്ടല്ല ഷാമിലി ഇക്കാര്യം പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വലിയ കഥകളാണ് പുറത്തു വരുന്നത്. ആ കഥകൾ കേട്ടാൽ തോന്നും താൻ സ്വയം മുഖത്ത് കാലുകൊണ്ട് തൊഴിച്ചതാണോ എന്ന് തോന്നുന്ന തരത്തിലുള്ള കഥകളാണ് പുറത്തു വരുന്നത്. എന്തെല്ലാം കഥകൾ പുറത്തു വരുന്നു, താൻ അറിയാത്ത കാര്യങ്ങളാണ്. ഇങ്ങനെ തന്നെ എന്തിനാണ് ഒറ്റപ്പെടുന്നത് ചോദിക്കുകയാണ് ആ യുവ അഭിഭാഷക. അവരെ അതിക്രൂരമായാണ് മർദ്ദിച്ചത്. അതിക്രൂര മർദ്ദനമാണ് അവർക്ക് ഏൽക്കേണ്ടി വന്നത്. അത് ആർക്കും അതിന് തെളിവോ അല്ലെങ്കിൽ കോടതി തന്നെ ഇയാൾ കുറ്റക്കാരനെന്ന് കണ്ടെത്തേണ്ട സാഹചര്യമോ ഒന്നുമില്ല. അത്ര വലിയ ഒരു, അല്ലെങ്കിൽ മർദ്ദിച്ചത് ഈ ഷാമിലി പറഞ്ഞതുപോലെ മറ്റേ വീണ് പരിക്കേറ്റെന്നോ ഒക്കെ പറയേണ്ടി വരും, അല്ലെങ്കിൽ സ്വയം മർദ്ദിച്ചത് അടിച്ചതെന്ന് പറയേണ്ടി വരും. അതിനപ്പുറത്തേക്ക് ആർക്കും നേരിട്ട് കണ്ടാൽ ബോധ്യമാവുന്നതാണ് എത്ര ക്രൂരമായ കൊടിയ മർദ്ദനമാണ് ഈ സ്ത്രീക്ക്, ഈ യുവതിക്ക് ഏറ്റത് എന്നുള്ളത്. അവിടെയാണ് ഈ കഥകളുമായി അഭിഭാഷകർ വരുന്നത്. പല വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ഉള്ള തർക്കങ്ങളാണ്. അതിൽ പലരും ഷാമിലിയെ വലിയ രീതിയിൽ കുറ്റപ്പെടുത്തിയാണ് സംസാരിക്കുന്നത്. ഷാമിലിയാണ് പ്രകോപനമുണ്ടാക്കിയത്. പ്രതിയുടെ ജാമ്യാപേക്ഷയിൽ തന്നെ അതാണ് സൂചിപ്പിച്ചത്. ഷാമിലി ഇയാളെ മർദ്ദിക്കുകയായിരുന്നു, അതുകൊണ്ട് മറ്റു വഴിയില്ലാതെ അയാൾ അടിച്ചു പോയതാണ്, അത് തെറ്റല്ല എന്ന തരത്തിലുള്ള ഒരു പ്രചരണം ഗ്രൂപ്പുകൾ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മെനങ്ങാന്ന് ചേർന്ന ബാർ അസോസിയേഷൻ, തിരുവനന്തപുരം ബാർ അസോസിയേഷൻ യോഗത്തിലും വലിയൊരു വിഭാഗം അഭിഭാഷകർ ഷാമിലിയെ കുറ്റപ്പെടുത്തിയും ബേലിൻ ദാസിനെ ചേർത്ത് പിടിച്ചും രംഗത്ത് വന്നിരുന്നു. ബേലിൻ ദാസ് തെറ്റൊന്നും ചെയ്യുന്നയാളല്ല, അഭിഭാഷകരോട് വളരെ മാന്യമായി, ജൂനിയർ അഭിഭാഷകരോട് വളരെ മാന്യമായി സമ്മേളനത്തോട് പെരുമാറുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പിന്തുണ അയാൾക്ക് നൽകിയിരുന്നു. അതുതന്നെ കേട്ടാണ് പല ഗ്രൂപ്പുകളിൽ പല കഥകൾ കേട്ടാണ് ഷാമിലി ഈ ഒരു അത്യന്തം വിഷമം നിറഞ്ഞ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നത്. അതിൻ്റെ പ്രതിഫലനമാണ് അവരുടെ ശബ്ദ സന്ദേശം പല ഗ്രൂപ്പുകളിൽ ഇത് പ്രചരിക്കുന്നുണ്ട്. അഭിഭാഷകരുടെ പല വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഇത് പ്രചരിക്കുന്നുണ്ട്. അത്രയധികം വലിയ എതിർപ്പുകൾ ഈ ഗ്രൂപ്പുകളിൽ അവർക്കെതിരെ വലിയ ആരോപണങ്ങൾ, അവർക്കെതിരെ വിമർശനങ്ങൾ വന്നപ്പോഴാണ് സഹികെട്ട് ഷാമിലി ഇത്തരമൊരു ശബ്ദ സന്ദേശം ആ ഗ്രൂപ്പിൽ ഇട്ടത്. ഏതായാലും ഇത് വലിയ ചർച്ചയായി മാറിക്കഴിഞ്ഞു. ഷാമിലി പറയുന്നത് പോലെ ആർക്കും കണ്ടാൽ അറിയാം എന്ത് വലിയ പീഡനമാണ് അവർക്ക് ഏൽക്കേണ്ടി വന്നത്, എന്ത് വലിയ ആക്രമണമാണ് അവർക്ക് നേരിടേണ്ടി വന്നത് എന്നതിനെപ്പറ്റി. പക്ഷെ അപ്പോഴും അഭിഭാഷകരിലെ വലിയൊരു വിഭാഗം ഇപ്പോഴും ഈ ഷാമിലിക്കൊപ്പമല്ല, ഈ കേസിൽ ജയിലിൽ കഴിയുന്ന ബേലിൻ ദാസ് എന്ന മുതിർന്ന അഭിഭാഷകനൊപ്പമാണ്. ഒരുപക്ഷെ അതെ അരുൺ, ഈ വേട്ടക്കാരനൊപ്പം നിൽക്കുന്ന ഈ അഭിഭാഷകർ സമൂഹത്തിന് എന്ത് നീതിബോധത്തിന്റെ സന്ദേശമാണ് പകർന്നു നൽകുന്നത് എന്നാണ് നമ്മളിപ്പോൾ സംശയിച്ചു പോകുന്നത്. ഒരുപക്ഷെ ഷാമിലി ഈ വിഷയം പുറം ലോകത്തെ, അതായത് മാധ്യമങ്ങളിലൂടെ അറിയിച്ചില്ലായിരുന്നുവെങ്കിൽ, മാധ്യമങ്ങളോട് പങ്കുവച്ചില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ പ്രൊഫഷനിൽ ഇനി തുടരാൻ പാടില്ലാതെ പോകുന്നത്, അല്ലെങ്കിൽ തുടരാതിരിക്കാൻ പോകുന്നത് ഷാമിലി ആയിരിക്കും അല്ലേ? തീർച്ചയായിട്ടും ഒരുപക്ഷെ അങ്ങനെ അത് തന്നെ സംഭവിച്ചിരുന്നേ. ഇത് ഇത്രയധികം വലിയ മർദ്ദനം വരികയും ഷാമിലിയുടെ വീട്ടുകാരും അപൂർവം ചില സഹപ്രവർത്തകരും അവർക്കൊപ്പം നിൽക്കാതിരിക്കുകയും ചെയ്താൽ തീർച്ചയായും ഇത് ആര് സൂചിപ്പിച്ചതുപോലെ എവിടെയോ ഒതുങ്ങിപ്പോകാവുന്ന ഒരു കേസായി മാറിയേനെ. ഒരുപക്ഷെ പുറം ലോകം പോലും അറിയാതെ പോയേനെ, അതിനുള്ളിൽ അവർ ഒത്തുതീർപ്പാക്കിയേനെ. കാരണം മറ്റൊരു കോടതികൾക്കും ഇല്ലാത്തതുപോലുള്ള, അല്ലെങ്കിൽ രാജ്യത്ത് ഒരിടത്തും ഇല്ലാത്ത നിയമ സംവിധാനമാണ് വഞ്ചിയൂർ കോടതിയിൽ ഉള്ളത് എന്ന് സ്വയം വിശ്വസിക്കുന്ന, അങ്ങനെ പെരുമാറുന്ന ഒരു കൂട്ടം അഭിഭാഷകർ ഇപ്പോഴും വഞ്ചിയൂർ കോടതിയിലുണ്ട്. അവിടെ മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല. അവിടെ പോലീസിനെ ഇവരെ താങ്ങി വണങ്ങി നിന്നില്ലെങ്കിൽ പോലീസിനകത്തേക്ക് കയറാൻ കഴിയില്ല, റെയിൽവേ ഉദ്യോഗസ്ഥർ കയറാൻ കഴിയില്ല. എന്തിന് മജിസ്ട്രേറ്റിന് പോലും ഈ അഭിഭാഷക കൂട്ടത്തെ എതിർത്താൽ, അല്ലെങ്കിൽ അവരുടെ തെറ്റുകൾ ചോദ്യം ചെയ്താൽ സമാധാനത്തോടെ മജിസ്ട്രേറ്റ് ചേംബറിൽ പോലും ഇരിക്കാൻ പറ്റാത്ത സാഹചര്യം ഇതേ വഞ്ചിയൂർ കോടതിയിൽ ഉണ്ടായിട്ടുണ്ട്. അവിടെ സ്വാഭാവികമാണ് ഇത്തരമൊരു അഭിഭാഷക, അതും വളരെ ജൂനിയറായ ഒരു പെൺകുട്ടിക്ക് ഇത്തരം ഒറ്റപ്പെടുത്തൽ അനുഭവിക്കേണ്ടി വരുന്നത്. അതിൻ്റെ എല്ലാ വേദനയുമാണ് അവർ തുറന്നു പറയുന്നത്. വളരെ ചുരുക്കം അഭിഭാഷകർ മാത്രമാണ് അവർക്കൊപ്പം നിന്നത്. നമ്മൾ ആദ്യ ദിവസങ്ങളിലൊക്കെ അവർക്കൊപ്പം ഉണ്ടായിരുന്ന പല പ്രമുഖ അഭിഭാഷകരും ഈ പ്രതിയെ പോലീസ് ഓട്ടിച്ചിട്ട് പിടിച്ച് കസ്റ്റഡിയിലെടുത്ത് വഞ്ചിയൂർ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ അയാൾക്ക് പിന്തുണയുമായി, ഐക്യദാർഢ്യവുമായി സ്റ്റേഷനിൽ കയറി ഇറങ്ങിയ മുതിർന്ന അഭിഭാഷകരുണ്ട്. അവരുടെ രാഷ്ട്രീയമൊന്നും ഞാനിപ്പോൾ ഈ ഘട്ടത്തിൽ ഇവിടെ സൂചിപ്പിക്കുന്നില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടിയുള്ളവരും അവർക്ക് പിന്തുണയുമായി എത്തിയിട്ടുണ്ട്. അങ്ങനെ വലിയ ഒരു പിന്തുണ ഒരുപക്ഷെ ഇരയ്ക്ക്, അല്ലെങ്കിൽ ഈ അടികിട്ടിയ പെൺകുട്ടിക്ക്, മർദ്ദനമേറ്റ പെൺകുട്ടിക്ക് കിട്ടിയതിനും വലിയ പിന്തുണ ഈ പിന്തുണ രഹസ്യമായല്ല, പരസ്യമായി അറിയിക്കാനും ഇവർക്ക് ഒരു ലജ്ജയും തോന്നുന്നില്ല എന്നുള്ളതാണ്. പോലീസ് അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്തത് ഈ ഒരു കൂട്ടം അഭിഭാഷകർ എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. മാധ്യമങ്ങളോട് ഏത് തരത്തിലാണ് പെരുമാറുന്നത് എന്ന് കണ്ടതാണ് അല്ലേ? തീർച്ചയായും അത് തന്നെയാണ്. അവർക്കൊരു വർഗബോധം, എന്ത് തെറ്റ് ചെയ്താലും
ഒപ്പമുള്ളവരെ സംരക്ഷിക്കുക എന്ന വർഗ്ഗബോധം എല്ലാ വർഗ്ഗങ്ങൾക്കും ഉള്ളതാണ്. അത് ഒരുപക്ഷെ അല്പം കൂടുതലാകാം അഭിഭാഷകർക്ക്. പക്ഷെ അങ്ങനെ വരുമ്പോഴും അവർക്കൊപ്പമുള്ള ആൾ തന്നെയാണ്, അതേ വർഗത്തിൽപ്പെട്ട ആൾ തന്നെയാണ് ഈ ഷാമിലി എന്ന കാര്യം അവർ മറന്നുപോയി. അവിടെ സീനിയറായ കുറച്ചുകൂടി കരുത്തനായ അല്ലെങ്കിൽ വലിയ ഓഫീസൊക്കെ ഉള്ള ബേലിൻ ദാസിനൊപ്പം നിൽക്കുമ്പോൾ ഒരു പെൺകുട്ടിയെയാണ് അവർ ഈ രീതിയിൽ അവിടെ അപമാനിക്കാൻ ശ്രമിച്ചത്. അവളെയാണ് ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഷാമിലി വളരെ കൃത്യമായി പറയുന്നു, ചുരുക്കം ചില പേർ എനിക്കൊപ്പം നിന്നു, അത് ഞാൻ മറക്കുന്നില്ല, മറന്നുകൊണ്ടല്ല ഇത് പറയുന്നത്. പക്ഷേ ഭൂരിപക്ഷവും തനിക്കെതിരാണ്. എല്ലാ കഥകൾ പ്രചരിപ്പിക്കുന്നു, താൻ മനസ്സുകൊണ്ടുപോലും അറിയാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു. എന്തെല്ലാം അവർ പറയുന്നുണ്ട്, തുണി വലിച്ചു കീറിയെന്ന് പോലും പ്രചരണമുണ്ടായി. ഷാമിലിയെ ക്രൂരമായി മർദ്ദിച്ചു എന്ന പ്രചരണമുണ്ടായി. അവരാണ് പ്രകോപനമുണ്ടാക്കിയതെന്ന പ്രചരണമുണ്ടായി. ഓഫീസിലെ 2 വനിതാ അഭിഭാഷകർ തമ്മിലുള്ള ഈഗോയാണ് തന്നെ അതിലേക്ക് വലിച്ചഴക്കുകയായിരുന്നു എന്ന പ്രചരണം, അല്ലെങ്കിൽ അത്തരം വാദം ഈ ജാമ്യാപേക്ഷയിൽ പോലും ഇയാളുടെ അഭിഭാഷകൻ ഉന്നയിച്ചതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം, കോടതിക്കുള്ളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഏതായാലും ഇവിടെ ഇത്തരത്തിൽ മർദ്ദനമേറ്റ, ഇത്തരത്തിൽ വലിയ മാനസിക സംഘർഷത്തിൽ കടന്നു പോകുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിക്കാണ് ഇത്തരത്തിൽ ഒറ്റപ്പെടുത്തലുണ്ടാകുന്നത്. അങ്ങനെ ഒരു അഭിഭാഷകയ്ക്കാണ് ഒറ്റപ്പെടുത്തലുണ്ടാകുന്നത്. അതിൻ്റെ വേദനയാണ് അവർ ഈ ശബ്ദ സന്ദേശത്തിലൂടെ പങ്കുവച്ചത്. എല്ലാ ഗ്രൂപ്പുകളിലും അവരെ ഒറ്റപ്പെടുത്തി അല്ലെങ്കിൽ അവരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു. ചുരുക്കം ചില അഭിഭാഷകർ മാത്രം അവർക്കൊപ്പം നിൽക്കുന്നു. അത്തരമൊരു ദയനീയ അവസ്ഥയിലൂടെയാണ് പെൺകുട്ടി കടന്നുപോകുന്നത്. വലിയ സമ്മർദ്ദമുണ്ട് അവർക്കെതിരെ. കേസ് ഒരുപക്ഷെ വരും ദിവസങ്ങളിലും കേസ് പിൻവലിക്കാനും ഒക്കെ വലിയ സമ്മർദ്ദങ്ങളുണ്ടാകാം. ഇപ്പോഴൊരു നിലപാട്, ഒരു കാരണവശാലും ഏത് കൊടികെട്ടിയ സീനിയർ വന്ന് പറഞ്ഞാലും തൻ്റെ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകില്ല, പറയേണ്ട കാര്യങ്ങൾ പറയും. പ്രൊഫഷനിൽ ചിലപ്പോൾ തിരിച്ചടി ഉണ്ടായേക്കാം. ഒരു ഘട്ടത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം മന്ത്രി പി രാജീവ്, CPM ജില്ലാ സെക്രട്ടറി വി ജോയിയും ഒക്കെ ഇവരെ കാണാൻ വഞ്ചൂരിലെത്തുമ്പോൾ അവർ ഒരു ഘട്ടത്തിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു, ഞാൻ ഈ പ്രൊഫഷൻ തന്നെ അവസാനിപ്പിക്കാൻ ആലോചിക്കുന്നുവെന്ന്. കാരണം അത്ര എളുപ്പമല്ല. ഈ ഇവരുടെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ കൊടികെട്ടിയ സീനിയർ അഭിഭാഷകരെ, പ്രത്യേകിച്ച് വഞ്ചൂർ കോടതി അഭിഭാഷകരെ വെറുപ്പിച്ച് അവരുടെ ശത്രുവായി നിന്നുകൊണ്ട് ഈ ഫീൽഡ് തുറന്നു പോകാൻ. അതെ, ഇപ്പോൾ ധൈര്യപൂർവ്വം ഷാമിലി ഈ കാര്യം പറയുന്നുണ്ടെങ്കിലും ഷാമിലി ഈ ആർജിച്ചെടുത്ത ധൈര്യമൊക്കെ ഒരുപാട് നാളുകൾ ഈ കൊടിയ പീഡനമൊക്കെ ആരോടും പറയാതെ മിണ്ടാതെ സഹിച്ച് ഈ പ്രൊഫഷനിൽ തുടരണം എന്ന ആഗ്രഹം കൊണ്ട് മാത്രം സഹിച്ച് മുന്നോട്ട് പോയതിനു ശേഷം ആർജിച്ചെടുത്തതാണ് എന്ന് നമുക്കറിയാം. ഷാമിലി തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ടല്ലോ അരുൺ, ഗർഭിണിയായിരിക്കുമ്പോൾ പോലും തന്നെ മർദ്ദിച്ചിട്ടുണ്ട് എന്നുള്ളത്. എന്തുകൊണ്ട് അന്ന് ഷാമിലി ഈ വിഷയത്തിൽ ഔദ്യോഗികമായ പരാതിയുമായി മുന്നോട്ട് പോയില്ല എന്ന ചോദ്യത്തിനു കൂടി ഉത്തരമാവുകയാണ്. പരാതിപ്പെട്ടാൽ ഇതാണ് അവസ്ഥ. തീർച്ചയായിട്ടും നമ്മൾ സിനിമാ രംഗത്തെ കഥകൾ, വനിതകളുടെ പ്രശ്നങ്ങൾ, സ്ത്രീകളുടെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ കുറേ നാളുകൾ ചർച്ച ചെയ്തതാണ്. എന്തുകൊണ്ട് പരാതിയുമായി പെൺകുട്ടികൾ മുന്നോട്ട് വരുന്നില്ല, സ്ത്രീകൾ മുന്നോട്ട് വരുന്നത്? ജൂനിയർ ആർട്ടിസ്റ്റുകൾ മാത്രമല്ല, വളരെ പ്രശസ്തരായ പതിറ്റാണ്ടുകൾ പരിചയമുള്ള നടിമാർ പോലും അത്തരത്തിൽ വരാതിരുന്ന കാരണം ആ മേഖലയിലെ പുരുഷാധിപത്യത്തിൻ്റെ തെളിവാണ്. അതേ അനുഭവം തന്നെയാണ് ഇവിടെ ഈ ഷാമിലി എന്ന അഭിഭാഷകയ്ക്കും ആ അഭിഭാഷക സമൂഹത്തിൽ നിന്ന് ഉണ്ടാകുന്നത്. വലിയ രീതിയിൽ ഈ ബേലിൻ ദാസ് എന്ന സീനിയർ അഭിഭാഷകർക്കൊപ്പമാണ് ആളുകൾ. അതിൽ ഏറ്റവും വൈരുദ്ധ്യമെന്ന് പറയട്ടെ, സ്ത്രീകൾ പോലും, വനിതാ അഭിഭാഷകർ പോലും ഇവർക്കെതിരെയാണ് പലപ്പോഴും നിലപാടെടുക്കുന്നത്. ഇവരുടെ വാട്സാപ്പ് ഗ്രൂപ്പിലെ ചർച്ചകളിൽ അങ്ങനെയാണ് സംഭവിച്ചത്. ബാർ അസോസിയേഷൻ മീറ്റിംഗിൽ അങ്ങനെയാണ് ഉണ്ടായത്. ഈ ബേലിൻ ദാസിന് വേണ്ടി നിലപാടെടുത്ത് അദ്ദേഹം വളരെ സൗമ്യനാണ്, മാന്യനാണ്, അദ്ദേഹം അങ്ങനെ പ്രകോപിതനാകുന്ന ആളല്ല എന്ന ഗുഡ് സർട്ടിഫിക്കറ്റുമായി എത്തിയ വനിതാ അഭിഭാഷകർ ആ ബാർ അസോസിയേഷൻ യോഗത്തിലുണ്ടായിരുന്നു. വാട്സാപ്പ് ഗ്രൂപ്പുകളിലെ ചർച്ചകളിലും പല ചർച്ചകളിലും അതുതന്നെയാണ് ഉണ്ടായത്. എന്തിനാ അവരെ സംരക്ഷിച്ചുകൊണ്ട് ഒരു വനിതാ അഭിഭാഷക അവരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് വിമർശനം വരെ ഉണ്ടായി. എന്തിനവർ ഇവരെ ഇത്ര സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു? അതിന് രാഷ്ട്രീയ താല്പര്യമാണ് എന്ന തരത്തിൽ വിമർശനമുണ്ടായി. എന്ത് താല്പര്യമാണെങ്കിലും ഒരു സഹപ്രവർത്തക ഈ രീതിയിൽ അടിയേറ്റ് വീഴുമ്പോൾ അവരെ സംരക്ഷിക്കാവുന്ന അഭിഭാഷകരെ പോലും കുറ്റപ്പെടുന്ന തരത്തിലുള്ള ചർച്ചകളാണ് ഇവരുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഉണ്ടാകുന്നത്. അതിൻ്റെ പ്രതിഫലനമാണ് ഒരുപക്ഷെ പുറത്തും ഉണ്ടാകുന്നത്. അതുതന്നെയാണ് ഈ ചർച്ചകൾ. ഈ വാട്സാപ്പിൽ ഈ ഷാമിലിക്ക് ഇത്തരമൊരു സന്ദേശം, വേദന കൊണ്ട് അവരുടെ ദുരനുഭവം തുറന്നു പറഞ്ഞൊരു സന്ദേശം ഇടാൻ അവരെ പ്രേരിപ്പിച്ചത്. മാധ്യമങ്ങളോടെല്ലാം തുറന്നു പറയും. തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെയും അഭിഭാഷകരെയും മാധ്യമങ്ങളെ വലിയ ശത്രുക്കളായാണ് തിരുവനന്തപുരം വഞ്ചൂർ ബാറിലെ അഭിഭാഷകർ കാണുന്നത്. അങ്ങനെ മാധ്യമങ്ങൾക്ക് വാർത്തകൾ ലഭിക്കുന്നതിൽ വലിയ അമർഷമുണ്ട്. മാധ്യമങ്ങൾക്ക് എങ്ങനെയും വാർത്ത നൽകാതിരിക്കലാണ് അഭിഭാഷകരുടെ പ്രധാനപ്പെട്ട ചുമതലയുള്ളതെന്ന് അവർ സ്വയം കാണുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇത്തരം കാര്യങ്ങൾ മാധ്യമങ്ങളിലൂടെ പറയാൻ തയ്യാറാകും. മാധ്യമങ്ങളാണ് എനിക്കൊപ്പം നിൽക്കുന്നതെന്ന് കണ്ടാൽ അവർക്കൊപ്പം, അല്ലെങ്കിൽ അവരോട് കാര്യങ്ങൾ തുറന്നു പറയുമെന്ന് ഷാമിലി പറയുന്നുവെങ്കിൽ അത്രയധികം ഒറ്റപ്പെടുത്തൽ, അത്രയധികം കടന്നാക്രമണം ആ പെൺകുട്ടി നേരിട്ടു എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഇത്രയും വേദന നിറഞ്ഞ ഈ ശബ്ദ സന്ദേശം ഇപ്പോൾ പുറത്തു വരുന്നത്. തീർച്ചയായും ആ ശബ്ദ സന്ദേശം നമുക്ക് ഒരിക്കൽ കൂടി കേൾക്കാം.
യെസ്, ശബ്ദ സന്ദേശത്തിലേക്ക് നമുക്ക് എത്താം. അതിനു മുമ്പ് നമുക്കൊപ്പം അഡ്വക്കേറ്റ് ബബില കൂടി ചേരുകയാണ് പ്രതികരണവുമായി. ശ്രീമതി ബബില, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളാണ് ഇത്തരത്തിൽ കൊടിയ പീഡനം, മർദ്ദനം ഏറ്റത്. അത് തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ആ പെൺകുട്ടി അനുഭവിക്കുന്നത് അതിലും വലിയ പീഡനമാണ് എന്ന് പറയേണ്ടി വരും. പരാതിപ്പെടുത്തുന്നവരെയൊക്കെ ഒറ്റപ്പെടുത്തുന്ന സമീപനം. എന്തുകൊണ്ടായിരിക്കാം ബേലിൻദാസിന് ഇത്ര പിന്തുണ? അതെനിക്ക് ഇങ്ങനെ പറയാൻ പറ്റും. എന്തുകൊണ്ടാണ് ഒരു അഡ്വക്കേറ്റിന് പിന്തുണ മറ്റൊരു അഡ്വക്കേറ്റിന് പിന്തുണ ഇല്ലാത്തത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഈ പറയുന്ന പോലെ അങ്ങനെ പിന്തുണയ്ക്കുന്നില്ലെങ്കിൽ അത് തെറ്റാണ്. കാരണം അവര് അനുഭവിച്ചിട്ടുള്ളത് നമുക്ക് ഫോട്ടോയിലൂടെയും നമുക്ക് ഈ പറയുന്ന പോലെ പിക്ചറിലൂടെയും ഒക്കെ കാണാൻ കഴിയുന്നുണ്ട്. ആ കുട്ടി എന്താണ് അനുഭവിച്ചത്. അങ്ങനെ എന്താ പറയാ, സ്വന്തമായിട്ട് എന്തായാലും അടിച്ചിട്ട് ഉണ്ടാക്കിയ ഒരു പാടല്ല എന്നുള്ളത് നമുക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, ഹലോ, കേൾക്കുന്നുണ്ട് ബബില, തുടർന്നോളൂ. ഓക്കെ, അപ്പം എനിക്ക് പറയാനുള്ളത്, ഇപ്പം ഈ അറസ്റ്റ് ഉണ്ടാവാതിരിക്കുക, ഇതുപോലെ ശബ്ദ സന്ദേശങ്ങളിൽ ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ, ഇത് ഉണ്ടാക്കുന്നത് കാലങ്ങളായിട്ട് നിന്നിട്ടുള്ള ഒരു ആചാരങ്ങളൊക്കെ അങ്ങനെയാണല്ലോ വരിക. അങ്ങനെയുള്ള സീനിയർ ജൂനിയർഷിപ്പ് എന്ന് പറയുന്ന ഒരു ആചാരത്തിന്റെ പുറത്താണ് വരുന്നതെന്ന് തോന്നുന്നു. എനിക്ക് പറയാനുള്ളത്, അഡ്വക്കേറ്റ് ആക്ട് പ്രകാരം എല്ലാവരും വന്നിട്ട് എൻറോൾ ചെയ്തതിന് ശേഷം അവരെ അഡ്വക്കേറ്റ്സ് എന്നാണ് വിളിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് സുപ്രീം കോടതിയുടെ കീഴിൽ ഉള്ള നിയമപ്രകാരം, റൂൾസ് പ്രകാരമൊക്കെ നമുക്ക് സീനിയർ ആവാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ആവണം, എത്ര കൊല്ലത്തെ പരിചയം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് എക്സാമോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇന്റർവ്യൂസ് ഒക്കെ ഉണ്ട് സീനിയർ അഡ്വക്കേറ്റ് ആവാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെയാണ് സീനിയേഴ്സ് എന്നും പറഞ്ഞിട്ട് ഇതാക്കേണ്ടത്. അങ്ങനെയുള്ള ആൾക്കാരുടെ ഭാഗത്തു നിന്ന് ഇതേപോലെയുള്ള ഒരു എന്താ പറയാ എക്സ്പ്രഷൻസ് ഉണ്ടാവും തോന്നുന്നില്ല കേട്ടോ. കാരണം ഇതുവരെ അങ്ങനെ കേട്ടതായിട്ടുള്ള ഒരു ഇതില്ല. ഇത് ആദ്യമായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ പറയുന്ന പോലെ പിന്തുണ എന്തുകൊണ്ടില്ല എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. കാരണം ഞാൻ പിന്തുണയ്ക്കുന്നുണ്ട്. അപ്പം എന്റെ ഒരു അറിവില് ഇതിലൊരു ഫോളോ അപ്പ് മാത്രമാണ്, അറസ്റ്റ് ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോലീസ് കംപ്ലൈന്റിന്റെ പുറകിലുള്ള ഫോളോ അപ്പ് മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രൈവറ്റ് കംപ്ലൈന്റ് ഫയലായിട്ടില്ല. മജിസ്ട്രേറ്റിന്റെ മുന്നിലേക്ക് അവർക്ക് പോകാവുന്നതേ ഉള്ളൂ. അവർക്ക് ഈ പറയുന്ന പോലെ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ നേരിട്ട് പോയിട്ട് മൊഴി കൊടുക്കാവുന്നതേ ഉള്ളൂ. അതൊക്കെ അവര് നടത്തിയിട്ടില്ല എന്നാണ് എന്റെ ഒരു അറിവ് പ്രകാരം എപ്പോഴും മനസ്സിലാക്കുന്നത്. ഹലോ, പൊതുവായി നമ്മൾ പരിശോധിക്കുമ്പോൾ സാധാരണക്കാർക്കൊരു പ്രശ്നം വരുമ്പോൾ അവർക്ക് നിയമപരമായുള്ള സഹായവും പിന്തുണയുമായി ഒപ്പം നിൽക്കേണ്ട അഭിഭാഷകർ തന്നെയാണ് സമൂഹത്തിന് ഈ തെറ്റായ സന്ദേശം നൽകുന്നത്, അല്ലേ? അഭിഭാഷകർ അങ്ങനെ ഒരു തെറ്റായ സന്ദേശം നൽകുന്നുണ്ട് എന്നുള്ള ഒരു പ്രവണത എനിക്കില്ല. കാരണം അഭിഭാഷകരാവണമെന്നില്ല. ഇന്ത്യൻ സിറ്റിസൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇന്ത്യൻ ഭരണഘടന നൽകുന്ന ഏതൊരു അധികാരം തന്നെ ഈ പറയുന്ന കേസിലും എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ഈ കേസിലുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോലീസിന് കംപ്ലൈന്റ് കിട്ടിയതിന് അനുസരിച്ചിട്ടേ പോലീസിന് കംപ്ലൈന്റ് ഫ്രെയിം ചെയ്ത അനുസരിച്ചിട്ടും ഡ്രാഫ്റ്റ് ചെയ്ത അനുസരിച്ചിട്ടേ പോലീസിന് അതിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഈ പറയുന്ന അറസ്റ്റ് ഉണ്ടാവുന്നില്ല എന്നുള്ളടത്ത് അവർക്ക് നീതി കിട്ടണമെങ്കിൽ അവർക്ക് പിന്നെയും ഈ അഡ്വക്കേറ്റ്സിന് അറിയാം കോടതിയിൽ എങ്ങനെ പോകണം, കോടതിയിൽ എങ്ങനെ മജിസ്ട്രേറ്റിന് മൊഴി കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം. അത് ഫോളോ അപ്പ് മാത്രം ചെയ്ത് നടന്നിട്ട് ഞാനൊരു അഡ്വക്കേറ്റ് ആണെന്ന് പറയുന്നതിൽ കാര്യമില്ലല്ലോ. ബബിലയാണ് പ്രതികരിച്ചത്. വളരെ നന്ദി അഡ്വക്കേറ്റ് ബബില. വി അരുൺ നമുക്കൊപ്പം തുടരുന്നുണ്ട്. അരുണിലേക്ക് എത്തുന്നതിന് മുമ്പ് ആ ശബ്ദ സന്ദേശം ഒരിക്കൽ കൂടി. ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ എനിക്കെതിരെ ശരിക്കും വിക്ടിം ബ്ലെയിമിംഗ് മാത്രമാണ്. ഇന്ന് മീഡിയാസ് എന്നോട് കുത്തി പല ഭാഗത്തുനിന്നും ചോദിച്ചിട്ടും എനിക്ക് അതുവരെയും എനിക്ക് അങ്ങനെ ഒരു ചിന്തയെ തോന്നിയിട്ടില്ല. എന്റെ നെഗറ്റീവ് വരും. ഞാൻ അപ്പോഴും പറയുന്ന അതാ, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കും, എന്റെ സുഹൃത്തുക്കൾ എന്റെ കൂടെ നിൽക്കും. പക്ഷെ അങ്ങനെ അല്ല എന്ന് ഇന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമായി. ഈ ബാർ അസോസിയേഷനിലുള്ള ചുരുക്കം എല്ലാവരെയും ഞാൻ കണ്ണടച്ച് ആക്ഷേപിക്കുന്നില്ല. അത് ഞാൻ അവരോട് ചെയ്യുന്ന പാവമായിരിക്കും. എനിക്ക് വേണ്ടി സംസാരിക്കുന്ന ഒത്തിരി നല്ല സുഹൃത്തുക്കളുണ്ട്. അവരെ നിൽക്കെ തന്നെ ഞാൻ പറയട്ടെ, നിങ്ങളോട് എനിക്ക് ഒത്തിരി നന്ദിയുണ്ട്. പക്ഷെ അതിലുപരി ഈ കാര്യം എന്താ എന്ന് പോലും അറിയാതെ
ഒരു കാര്യം കേട്ട് 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 എന്തൊക്കെയോ കഥകൾ പല സൈഡിൽ നിന്നും ഒരിടത്ത് ഞാൻ തുണി പിടിച്ച് വലിച്ചു. ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന സ്റ്റോറി. എന്തൊക്കെ സ്റ്റോറി പറയുന്നു, എന്തോ ആയിക്കോട്ടെ, അതും ഞാൻ പറയുക, ഡിഫൻസ് എന്ത് വേണോ എടുക്കും, അതിലൊന്നും എനിക്ക് യാതൊരു പരാതിയില്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞതാണ്. എന്നിട്ടും ഇത്രയും വിക്ടിം ബ്ലെയിം ചെയ്യാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്റെ എവിഡൻസ് എന്റെ മുഖത്തുണ്ട്. അത് ഇപ്പോ എനിക്ക് മനസ്സിലായി, എന്റെ സഹപ്രവർത്തകർ എന്റെ കൂടെ നിൽക്കില്ല എന്നുള്ള കാര്യം എനിക്ക് പൂർണ്ണ ബോധ്യമായി. അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ, താങ്കൾ കേട്ട് കാണുമല്ലോ ഈ ശബ്ദ സന്ദേശം. കൂടെ നിൽക്കാൻ ഒരു സഹപ്രവർത്തകർ പോലുമില്ല, ഉണ്ട് ചുരുക്കം ചിലർ മാത്രം. പക്ഷെ ഭൂരിപക്ഷം പേരും ഇത്തരത്തിൽ ഇരയ്ക്കെതിരെ കഥകൾ മെനയുക, അവർക്കെതിരെ ഒരു വലിയ പോരാട്ടം നടത്തുക, അതോടൊപ്പം വേട്ടക്കാരന് സംരക്ഷണം നൽകുക, പരസ്യമായ പിന്തുണ പ്രഖ്യാപിക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. ഈ നിയമം സംരക്ഷിക്കുന്ന അഭിഭാഷകർ തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സന്ദേശമാണ്, നീതിബോധത്തിന്റെ എന്ത് സന്ദേശമാണ് ഇവർ സമൂഹത്തിന് നൽകുന്നത്? നോക്കൂ, ഇത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല്, പൊതുവെ ഒന്ന് സ്ത്രീകളുടെ നേരെ നടക്കുന്ന അതിക്രമങ്ങൾ വന്നു കഴിഞ്ഞാൽ, ഏത് തരത്തിലുള്ള അതിക്രമമായാലും ഉടനെ അതിന് രണ്ട് സൈഡ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു മലയാളി സമൂഹം അല്ലെങ്കിൽ ഒരു പൊതുസമൂഹമാണ് നമുക്കുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ പേര് ആ രീതിയിലാണ് എന്നെ കാര്യങ്ങൾ നോക്കി കാണാം. എന്തെങ്കിലും ഭാഗം ഇവരുടെ ഭാഗത്തുനിന്നുണ്ടാവും, പ്രൊവോക്കേറ്റീവായിട്ട് ഇവരുടെ നീറ്റിന്റെ കുഴപ്പമാണ്, അങ്ങനെ പറയും. ഇപ്പം ഇതേ സമാനമായിട്ടുള്ള രീതിയിൽ തന്നെ ഞാനൊരു പോലീസ് ഓഫീസറിന്റെ ഭാഗത്തു നിന്നുള്ള ഒരാളാണ്. അപ്പോൾ ആ സമയത്ത് പക്ഷെ തൃശ്ശൂരുള്ള വക്കീൽ സമൂഹം എന്റെ കൂടെ നിന്നു എന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിച്ചിരിക്കുന്ന സമയത്താണ് ഈ പോലീസ് ഓഫീസറുമായി തോളിൽ കൈയിട്ടുകൊണ്ട് എന്താ പറയുക, ടൂർ പോവുകയും അയാളിൽ നിന്ന് കേസുകൾ കിട്ടാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരുപാട് അഭിഭാഷകരെ പിന്നീട് ഞാൻ തിരിച്ചറിഞ്ഞത്. പക്ഷെ 100-300 അഭിഭാഷകർ അല്ലെങ്കിൽ അതിലേറെ അഭിഭാഷകർ എന്റെ കൂടെ നിൽക്കുകയും അയാൾക്കെതിരെ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തുകയും പ്രതികളാവുകയൊക്കെ ചെയ്തിട്ടുള്ള അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് മനസ്സിലാവേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഭൂരിപക്ഷം ആൾക്കാർ അല്ലെങ്കിൽ ഏകദേശം പകുതിയിലേറെ ആളുകൾ നമ്മളുടെ ഒപ്പം നിൽക്കുമെങ്കിലും ഒത്തിരി ആളുകൾ ഉണ്ട് സമൂഹത്തിൽ നമുക്കെതിരെ നിൽക്കാനായിട്ടും. അത് എല്ലാ കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ്, അതൊക്കെ പൊതുവെ സമൂഹം അങ്ങനെയാണ്. പക്ഷെ അത് പ്രൊജക്ട് ചെയ്ത് കാണിച്ചിട്ട് അതാണ് സംഭവിക്കുന്നത് എന്ന് പറയുന്നത് ശരിയല്ല. ഒരുമിച്ച് കൂടെ നിർത്തി അവരെ ബോധ്യപ്പെടുത്തി അവരുടെ മുന്നിൽ അഗ്നിപരീക്ഷ നടത്തിയിട്ടൊന്നും നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല. കൃത്യമായി തന്നെ ഒരു പോരാട്ടമാണ്, ഇതൊരു സ്ട്രഗിളാണ്. ഇത് ഒരാൾക്ക് വേണ്ടിയുള്ള സ്ട്രഗിൾ മാത്രമല്ല, സീനിയർ അഡ്വക്കേറ്റ്സോ അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്ന അഡ്വക്കേറ്റ്സോ സ്ത്രീ അഡ്വക്കേറ്റ്സിനോട് ചെയ്യുന്ന ലൈംഗികമായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതുപോലെ ഇതുപോലത്തെ ഫിസിക്കൽ ഹറാസ്മെന്റ് ഉണ്ട്, ഒപ്പം തന്നെ വെർബൽ ഹറാസ്മെന്റ്, ഡിഫോമേഷൻ. ഇവർക്ക് ഇരുന്ന് പറയാനുള്ളത് അവരെ കുറിച്ച്, അതായത് കൂടെ ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ എന്താ പറയാ, അവരുടെ കൂടെയുള്ള കൂട്ടുകാരോ അല്ലെങ്കിൽ അവരുടെ മറ്റു രീതികളെ ഒക്കെ ഇവർക്ക് ചോദ്യം ചെയ്യാനും സംസാരിക്കാനും ഒക്കെ മാത്രമേ ഇവർക്ക് സമയം ഉണ്ടാവുള്ളൂ. അപ്പൊ ഇങ്ങനത്തെ അത് നമ്മുടെ പൊതുവെ സമൂഹത്തിന്റെ ഒരു ക്രോസ് സെക്ഷനാണ് അഭിഭാഷകര്. അതിപ്പോ എവിടെ പോയാലും കാണാൻ സാധിക്കും. അത് ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയാലും, അത് ജഡ്ജസിന്റെ അടുത്ത് പോയാലും, അതിനിപ്പം തൊഴിലാളികളുടെ അടുത്ത് പോയാലും, അതല്ലെങ്കിൽ അധ്യാപകരുടെ അടുത്ത് പോയാലും, സ്ത്രീകൾ പണിയെടുക്കാൻ വേണ്ടി പൊതുവേദിയിലേക്കോ അല്ലെങ്കിൽ പുറത്തേക്കോ വരികയാണെങ്കിൽ, അകത്തുനിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവരെ കുറിച്ച് ഇല്ലെങ്കിൽ അപവാദം പറയാതെ പറ്റില്ല, നാവ് ചൊറിയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് എന്തെങ്കിലും പരിക്ക് പറ്റിയാൽ എന്തുകൊണ്ട് ആ സമയത്ത് അവരവിടെ ഉണ്ടായി തുടങ്ങിയ അക്രമങ്ങളെ കുറിച്ചുള്ള ചോദ്യം. അതുപോലെ അയാൾ ഭയങ്കര മാന്യനും പാവമാണല്ലോ എന്ന് പറയാൻ അയാൾക്ക് വേണ്ടി സാക്ഷ്യം പറയുന്ന ആൾക്കാരൊക്കെ പൊതുവേ ഇത് ഒരു ക്ലാസ് എടുക്കുന്ന പോലെ ഞാൻ പറയാണ്. കാരണം ഇതാണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ മുകളിലൊന്നും അവര് ഒരിക്കലും തളരേണ്ട ആവശ്യമില്ല. ഒരുപാട് ആളുകൾ വളരെ കൃത്യമായി തന്നെ അഭിഭാഷകരാളും അഭിഭാഷകരില്ലാത്തവരുമായിട്ടുള്ള ഒത്തിരി മനുഷ്യർ, നന്മ നശിച്ചു പോകാത്ത ഒരുപാട് മനുഷ്യർ അവരൊപ്പം നിൽക്കുന്നുണ്ട്. ഈ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ വേണം. കൃത്യമായി തന്നെ തൊഴിലെടുക്കുന്ന ഇടങ്ങളിൽ ഇവിടെ എല്ലാവരും ചർച്ച ചെയ്യാത്തൊരു കാര്യമാണ്, സ്ത്രീകളുടെ നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾ തൊഴിൽ സ്ഥലങ്ങളിലുള്ളത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, അത് അമ്മ തുടങ്ങിയ സംഘടനകളിൽ അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. എന്തുകൊണ്ട് അഭിഭാഷകർക്ക് അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ ഇല്ല? എന്തുകൊണ്ട് പോഷ് ആക്ടിന്റെ IC ഞങ്ങൾക്കില്ല? ഞങ്ങൾ ഒരുപാട് ആവശ്യപ്പെടുന്നുണ്ട്, ഹൈക്കോടതിയിൽ അത് ഉണ്ടാക്കിയും വെച്ചിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് എല്ലാ ബാർ അസോസിയേഷനിലും അത് ഉണ്ടാക്കുന്നില്ല? കാരണം ലൈംഗികമായിട്ടുള്ള ഹറാസ്മെന്റ് മാത്രമല്ല അവർ അഡ്രസ് ചെയ്യുക, അവിടെ മറ്റു രീതിയിലുള്ള ഹറാസ്മെന്റുകൾ കൂടി അഡ്രസ് ചെയ്യേണ്ടതുണ്ട്, ചെയ്യുന്നുണ്ട് നിയമം. അപ്പൊ അതും കൂടി ഞങ്ങളെയും ആ പോഷ് ആക്ടിന്റെ പരിധിയിൽ കൊണ്ടുവന്ന് പ്രൊട്ടക്ട് ചെയ്യണം എന്നതും കൂടി ഒരു ആവശ്യം ഡിമാൻഡുമായി വെക്കേണ്ട ഒരു ടൈമായിട്ടാണ് ഞാൻ ഇതിനെ മനസ്സിലാക്കുന്നത്. തീർച്ചയായും വളരെ നന്ദി ശ്രീമതി അഡ്വക്കേറ്റ് ആശ ഉണ്ണി.
ആശ ഉണ്ണിത്താൻ ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. എന്തായാലും അനീതിക്കെതിരെ ശബ്ദമുയർത്തിയതിന് ഒരു അഭിഭാഷക എത്രത്തോളം ഒറ്റപ്പെടലാണ് അവരുടെ വിഭാഗത്തിൽ നിന്ന് തന്നെ നേരിടുന്നത് എന്നതിന്റെ നേർസാക്ഷ്യമായി മാറുകയാണ് ഷാമിലിയും ഷാമിലിയുടെ ഈ ശബ്ദ സന്ദേശവും.